തൂങ്ങിക്കിടക്കുന്ന കുരങ്ങന്മാരെങ്ങനെയുണ്ട്? അതാണ് സൂപ്പറായത്. നമ്മുടെ നാട്ടിൽ പ്രീമിയം സ്റ്റൈൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയത് നിങ്ങൾ അറിയാം. അവിടെ തണ്ണിമത്തൻ ജ്യൂസ് അല്ലേ പറഞ്ഞത്? തണ്ണിമത്തൻ ജ്യൂസ്. അപ്പോൾ നമുക്ക് പുത്തൻകുളത്ത് ഒരു കിടക്കാച്ചി ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. കറി ഹൗസ് നമ്മുടെ പുത്തൻകുളം ഈസി ആൻഡ് സ്പോർട്സ് സിറ്റിക്ക് അകത്തായിട്ടാണ്. അത് നല്ല പ്രീമിയം രീതിക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെറുതെ ഒരു കോഫി കുടിക്കാനാണെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി പോകും. അടിപൊളി സെറ്റപ്പാണ്. നല്ലൊരു ഹോട്ടൽ പുത്തങ്കളത്തില്ലായിരുന്നു, നല്ലത് തന്നെ ഏരിയയാണിത്. നമുക്ക് പുത്തങ്കളത്ത് സെന്ററിൽ തന്നെ കിടക്കുന്നത്. അത് നല്ലൊരു എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കും. പാഴ്സൽ മേടിക്കാനും അതിന് മുന്നൊക്കെയുള്ള കടകളെ ഉള്ളൂ. വന്നത് നല്ലൊരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കത്തക്ക ഒരു നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മുടെ ചായ എത്തിയിട്ടുണ്ടേ. താങ്ക് യു. ചായയും പിന്നെ ഈ സാധനം ഇവിടെ ഈ പുത്തൻകുളത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഉന്നക്കയാണ്, ഏത്തക്ക ഉന്നക്ക. സത്യം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. സമൂഹ വെറൈറ്റി കടികൾ കണ്ടേ. ഇതെന്തുവാണ്? മുട്ട നിറച്ചത്, ബ്രെഡ് നിറച്ചത്, ഉന്നക്കയും ചായയും. അതിന് വന്ന് എടുക്കും. ഇങ്ങനെ പകുതി ഉന്നക്ക വേണമെങ്കിൽ എടുത്തു. കൊള്ളാം. ഇങ്ങനെ ഒരു ആംബിയൻസ് സത്യം പറയാല്ലേ ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു ആംബിയൻസിൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്നത്. തേങ്ങയുടെ അത് ചവയ്ക്കാൻ കിട്ടുമ്പോൾ അടിപൊളി. അപ്പോൾ നിങ്ങളൊക്കെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് നല്ല റെസ്റ്റോറൻറ്റും വെറൈറ്റി എക്സ്പീരിയൻസും തേടുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആംബിയൻസിൽ ഇതിനുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കറി ഹൗസ്. നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറിയപ്പോഴും അവിടെ അറേഞ്ച്മെന്റ്സും നമ്മുടെ ഫുഡിന്റെ വിതരണവും മറ്റ് എല്ലാ കാര്യങ്ങളും നല്ല ഒരു നൂതന ശൈലിയിലുള്ള മെത്തേഡുകളാണ്. വളരെ വളരെ നന്നായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആംബിയൻസും കാര്യങ്ങളും? മോക്ക് ഇഷ്ടപ്പെട്ടോ? വന്നതിലുള്ള നല്ല അഭിപ്രായമുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ വിജയിക്കും, മുന്നോട്ട് പോകും. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? ഫുഡൊക്കെ എന്തൊക്കെയുണ്ട്? ഏതായാലും ഇവിടുത്തെ സെറ്റപ്പ് ഇവിടുത്തെ ആൾക്കാരെടുത്തൊക്കെ ഞാൻ ചോദിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ എന്തൊക്കെയാണ്? നമ്മൾ ഇനി ഫുഡിലോട്ട് പോകാം. നാളെ തൊട്ട് ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഏറ്റവും കേരളത്തിൽ മറ്റെങ്ങും കൊടുക്കാത്ത തരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. അതായത് ആർക്ക് എപ്പോഴും വന്നാലും ഏത് ഫാമിലിക്ക് വന്നാലും വളരെ സൗകര്യപ്രദമായിട്ട് ഇരുന്ന് ഇപ്പം വന്ന് ഒരു ചായയും ഒരു കടിയും മാത്രം കഴിച്ചാലും അവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഇരുന്ന് കഴിച്ചിട്ട് പോകത്തക്ക ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉന്നക്ക എങ്ങുമില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉന്നക്ക വരെ ഇരിക്കുന്നു. ഉന്നക്ക അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം തന്നെ ഇരുന്ന് കഴിക്കുന്ന എല്ലാവരുടെ ചോദിച്ചു നോക്കിയാണ് എങ്ങനെയുണ്ട്, ആഹാരത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കി. എല്ലാം വെറൈറ്റി ഫുഡാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ രീതിയിൽ പാചകം ചെയ്ത് എല്ലാം വളരെ ഹൈജീനിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താൽ കുട്ടിയും. അതുപോലെ തന്നെ പല വെറൈറ്റി ഫലൂഡകൾ. ഞങ്ങൾക്ക് ഇതിന് സഹോദര സ്ഥാപനമുണ്ട്, ചാത്തന്നൂർ കറി. അവിടെയും വളരെ വിപുലമായിട്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ജ്യൂസും സ്നാക്സും അങ്ങനെയുള്ള സാധനങ്ങൾ അത് വെറൈറ്റിയാണ് കേട്ടോ. ഈ ജിമ്മിൽ വരുന്നവർക്ക് ഇപ്പം നമ്മൾ ഒരു റീല് തന്നെ ഉണ്ട്, ഹെൽത്തി കുട്ട എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് കണക്ക് ഹെൽത്തി ഡ്രിങ്ക്സുകൾ, ജ്യൂസുകളെല്ലാം ഇവിടെ രാവിലെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. രാവിലെ തൊട്ട് തന്നെ അവൈലബിൾ ആണ്. നമ്മളിവിടെ തന്നെ ഈ അൽഫാമിൻ്റെയൊക്കെ തന്നെ പലതരം വെറൈറ്റികളുണ്ട്. എല്ലാം അതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഷെഫുകാരിയാണല്ലോ എല്ലാം. ഇല്ല, വളരെ ഇന്റർനാഷണൽ ഷെഫുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അവർക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ട് ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാം. അതാ പറഞ്ഞ ഞങ്ങൾ ഹൈജീനിക്കായിട്ട് ചെയ്യുന്നത് എല്ലാം. ഡെലിവറി ഉണ്ട്, ഹോം ഡെലിവറി. അപ്പം പുത്തൻകുളത്ത് ഇതുവരെ ഹോം ഡെലിവറി ഉള്ള റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ കറി ഹൗസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് ഇപ്പം മഴയൊക്കെ ആണെങ്കിൽ പോലും ഫോണിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ വീട്ടിൽ ഫുഡ് എത്തും അല്ലേ? അപ്പോൾ ഏതായാലും അടിപൊളി കേട്ടോ, കിടിലം. ഇത് കൂടാതെ തന്നെ തനി നാടൻ മത്സ്യങ്ങൾ, നാടൻ ഫുഡുകൾ, നാടൻ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കായൽ മത്സ്യങ്ങൾ, സീ ഫുഡും ഉണ്ട്. വിപുലമായ ശേഖരം. സീഫുഡിന്റെ എല്ലാത്തരം സീഫുഡ് എന്തെല്ലാം അവൈലബിൾ ഉണ്ട്, എല്ലാം ശേഖരം ഇവിടെ ഉണ്ട്. നമുക്ക് എന്തോ കഴിക്കണമെന്നുള്ളതിൻ്റെ ഡൗട്ടായി പോകും. ഇപ്പം പിന്നെ സീ ഫുഡ്, അറേബ്യൻ, മന്തി, ഏതായാലും അടിപൊളി. നമുക്കിനി ഓരോ ദിവസം ഓരോ ഫുഡ് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങളും വരിക. കറി ഹൗസ് പുത്തൻകുളം ഈസി ആൻഡ് സ്പോർട്സ് സിറ്റിക്കകത്താണ്. അടിച്ചു പൊളിക്കുക. കറി ഹൗസ് എങ്ങനെയുണ്ട് അഭിപ്രായം? ഫുഡ് നല്ല ഫുഡാ, വളരെ നല്ല ആംബിയൻസ്, നല്ല സ്ഥലം, നല്ല ആംബിയൻസ്, നല്ല ഫുഡ്. അപ്പോൾ ഓക്കെ, എൻജോയ്. മോനെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കൊള്ളാമോ? നമ്മുടെ കരാട്ടയിലുള്ളതാണ്. ഇപ്പം ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയല്ലേ? അപ്പോൾ ഏതായാലും കൺഗ്രാജുലേഷൻസ്. മക്കൾക്ക് എങ്ങനെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ?
സ്ഥലവും ആംബിയൻസ് ഒക്കെ അല്ല നമ്മുടെ പുത്തൻകുളത്ത് അടിപൊളി തന്നെയല്ലേ? ഇഷ്ടപ്പെട്ട സ്ഥലം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ക്ലാസിക് രീതിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം പുത്തൻകുളം കറി ഹൗസ്.